യാദൃശ്ചികമായിരിക്കും. എങ്കിൽ പോലും കൊച്ചി നഗരസഭയുടെ ഈ വർഷത്തെ ബഡ്ജറ്റിലുള്ള സ്വകാര്യ സംരംഭങ്ങളുമായി ചേർന്നുള്ള നഗരത്തിന്റെ സൗന്ദര്യവൽക്കരണത്തിന്റെ പദ്ധതിയുടെ ഉദ്ഘാടനം ഇത് വേണം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അതിന്റെ ഒരു ഭാഗ്യം ട്രെയിൻ ഹോട്ടലിനാണ് ലഭിച്ചത്. ബഡ്ജറ്റ് അവതരിപ്പിച്ച ഡെപ്യൂട്ടി മേയർ വാർഡിൽ തന്നെ അത് ലഭിച്ചു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ സവിശേഷത കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു, നഗരസഭയുടെ പുതിയ ബഡ്ജറ്റിലുള്ള പുതിയ ആശയത്തിന്റെ തുടക്കം ഇവിടെ നിന്നാണ്. ഈ തുടക്കം നമ്മുടെ നഗരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും മാറേണ്ടത്. നമ്മുടെ വിവേകാനന്ദ നയം, ആ വിവേകാനന്ദ നയം നമ്മുടെ നഗരത്തിലെ ഏറ്റവും അധികം ആളുകൾ വന്നു പോകുന്ന എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ മുൻവശം നടക്കുന്ന ഒരു റോഡ്. ഏറെ ശോചനീയാവസ്ഥയാണ് ആ റോഡ്. ഏറെ വെള്ളക്കെട്ടുകൾ വർഷകാലത്തുള്ളൊരു പ്രദേശമാണ്. അത് ഈ നഗരത്തിന്റെ ഒരു മുഖമായി ജനങ്ങൾക്ക് മുമ്പാകെ നിൽക്കുകയാണ്. ആ മുഖം നമുക്ക് മാറ്റേണ്ടതായിരുന്നു. ആ മുഖം നമുക്ക് സൗന്ദര്യവൽക്കരിക്കേണ്ടതായിരുന്നു. അതിന്റെ തുടക്കമാണ് ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തുടക്കം കുറിച്ചത്. വളരെ ധീരമായി എതിർപ്പുകളെല്ലാം അവഗണിച്ചുകൊണ്ട് വർഷങ്ങളായി ഈ വിവേകാനന്ദ ലൈൻ ഉൾപ്പെടുന്ന ധാനയുടെ മുന്നിലുള്ള അനധികൃതമായ കടകളെ സധൈര്യം നേരിട്ട് പൊളിച്ചു മാറ്റി ഇവിടുത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള സുധൈര്യമായ നടപടിക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു. അതിന് ഞാൻ ഡെപ്യൂട്ടി മേയറെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. വർഷങ്ങളായി ഒട്ടനവധി കൗൺസിലർമാർ ഈ പ്രദേശത്തുണ്ടായെങ്കിൽ പോലും അവർക്കാർക്കും ചെയ്യാൻ പറ്റാത്തൊരു ധീരത വനിതയായ ശ്രീമതി ഭദ്രയുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് വെള്ളക്കെട്ട് നിവാരണത്തിന് വേണ്ടി തുടക്കം കുറിക്കാൻ കഴിഞ്ഞത് ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുന്ന ഈ സൗന്ദര്യവൽക്കരണ പദ്ധതിയിൽ സമയബന്ധിതമായി യാതൊരു തടസ്സങ്ങളുമില്ലാതെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തിന്റെ ലക്ഷണമായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇവിടെ എനർജി സേവിംഗ് ഉൾപ്പെടെയുള്ള പാരിസ്ഥിതിക സൗഹൃദമായ പദ്ധതികളെക്കുറിച്ചെല്ലാം ഇവിടെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞു. കൗൺസിലും അത്തരത്തിൽ പാരിസ്ഥിതിക സൗഹൃദമായ പദ്ധതികളുമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എനർജി സേവിംഗുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടാണ് കൗൺസിൽ പുതിയ ബഡ്ജറ്റിൽ പല നിർദ്ദേശങ്ങൾ വെച്ചിട്ടുള്ളത്. നമ്മുടെ നഗരത്തിലുള്ള ലൈറ്റുകൾ, ആ ലൈറ്റുകൾ LED ലൈറ്റിംഗ് സംവിധാനത്തിലേക്ക് മാറ്റാൻ കൗൺസിൽ തീരുമാനിച്ചിട്ടുള്ളത് അത്തരത്തിൽ ഒരു എനർജി സേവിംഗ് എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഒട്ടനവധിയായ മാതൃകാപരമായ അനുകരണീയമായ മാതൃകകൾ വെച്ചുകൊണ്ട് പദ്ധതികൾ വെച്ചുകൊണ്ട് നഗരസഭ പ്രവർത്തിക്കുമ്പോൾ ഇത്തരം സംരംഭകരുടെ എല്ലാം പങ്കാളിത്തം ലഭിക്കുമ്പോൾ അത് ഞങ്ങളുടെ പദ്ധതി പ്രവർത്തനത്തിന് കൂടുതൽ കരുത്ത് നൽകും എന്നുള്ളത് ഞങ്ങൾക്ക് കൂടുതൽ പദ്ധതികൾ ഏറ്റെടുക്കാൻ ഞങ്ങൾ ആത്മവിശ്വാസം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എക്കോ ഹോട്ടൽ, ആ ഫ്രണ്ട് ഗ്രൂപ്പിന്റെ ഈ സംരംഭത്തിന് എല്ലാ പിന്തുണയും ഇത് പൂർത്തീകരിക്കാൻ ആവശ്യമായ എല്ലാ സഹായവും ഈ സന്ദർഭത്തിൽ ഞാൻ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പദ്ധതിയുടെ പ്രവർത്തനത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കാൻ പ്രഖ്യാപിക്കുന്നു. നന്ദി.